നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വാർത്ത ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മുടെ രാഹുൽ ഗാന്ധി ട്രോളുകളിൽ നിറയുകയാണ്. കുറച്ച് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വീണ്ടും അതായത് അദ്ദേഹം എപ്പോഴൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുന്നോ അപ്പോഴെല്ലാം അദ്ദേഹം ട്രോളുകൾ ഏറ്റുവാങ്ങാറുണ്ട്. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്ന അരുൺ ജെയ്റ്റ്ലിയുമായി ബന്ധപ്പെട്ടാണ്. കർഷക സമരം നടക്കുമ്പോൾ അരുൺ ജെയ്റ്റ്ലി ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി എന്ന ഒരു ആരോപണം ഉന്നയിച്ചു. അതിനെ തുടർന്നാണ് ഇപ്പോൾ വർഷങ്ങൾ തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ട് എന്ത് പൊട്ടത്തരമാണ് പറയുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ ട്രോളുകൾ ഉയരുന്നത്. ശരിക്കും അതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? അതായത് കർഷക സമരവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വളരെ വലിയ രീതിയിൽ ഇവിടെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഒരു സമരമാണ് കർഷക സമരം. ഈ പഞ്ചാബുമായി ബന്ധപ്പെട്ട് മറ്റ് മേഖലകളുമൊക്കെ ബന്ധപ്പെട്ട് കർഷകർക്ക് വലിയ പ്രശ്നമുണ്ട് എന്നും അത് ഈ മീഡിയേറ്ററായി നിന്നുകൊണ്ട് അത് 3 തലത്തിലാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന പോലെ കുറേ നാളായിട്ട് നമ്മുടെ കർഷകർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കർഷകർ ഒരു കാര്യം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് മീഡിയേറ്ററായിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അത് കൊടുക്കും. അവർ നേരെ അത് മറ്റ് ആവശ്യമുള്ള ആളുകളിലേക്ക്, അതായത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയായിരുന്നു ഇവിടെ നിന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇടനിലക്കാരായി നിൽക്കുന്ന ആളുകൾ വലിയ രീതിയിലേക്ക് അവരുടെ ഈ കമ്മീഷൻ കൊണ്ടുപോകുന്നു. സാധാരണക്കാരന്, അതായത് ഈ പറയുന്ന കർഷകന് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ കാർഷിക നിയമം പാസ്സാക്കിയത്. അപ്പൊ അതിനെതിരായി കൊണ്ട് വലിയ സമരങ്ങൾ ആരംഭിച്ചു. അവിടെ കർഷകർക്ക് എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് എന്ന് മാത്രം അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് പിന്നീട് ഇത് ഡയറക്റ്റ് അംബാനിയും അദാനിയും ഒക്കെ കൃഷി ചെയ്ത് വിൽക്കുന്ന രീതിയിലോട്ട് പോകും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇനി സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അതായത് അംബാനിക്കും അദാനിക്കും ഒക്കെ ഡയറക്റ്റ് കൃഷി ചെയ്ത് ഇടനിലക്കാരില്ലാതെ ഇപ്പം കൊടുക്കാം. പക്ഷെ ഇത് ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഇടനിലക്കാരെ സംരക്ഷിക്കാനുള്ള സമരമായിരുന്നു എന്നുള്ളത് പിന്നീട് എല്ലാ ആളുകൾക്കും മനസ്സിലായതാണ്. ആ സമരത്തിനിടയ്ക്കാണ് ഈ നമ്മുടെ പാർലമെന്റിന്റെ അടുത്തേക്ക് ചെങ്കോട്ടയിലേക്ക് ഈ പറയുന്ന പ്രതിഷേധക്കാർ ഇറച്ചു കയറുകയും അവിടെ കൊടി, ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് മുകളിലേക്ക് ഈ പറയുന്ന ഖലിസ്ഥാനാണോ അതോ പഞ്ചാബിൻ്റെതാണോ എനിക്കറിയില്ല, ഒരു കൊടി കെട്ടാൻ ശ്രമിക്കുകയും വലിയ പ്രശ്നമാവുകയൊക്കെ ചെയ്തതാണ്. ആ സമരം അന്ന് വലിയ കൊടുമ്പിരി കൊണ്ടപ്പോൾ കേരളത്തിലെ CPM-ഉം ഈ സുഡാപ്പികളും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ആ സമരത്തിന് വലിയ പിന്തുണ കൊടുത്ത ആളുകളുമാണ്. ആ സമരവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു വലിയ വിഡ്ഢിത്തം പറഞ്ഞിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ആ 2020 നടന്ന ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി, അദ്ദേഹം എനിക്ക് തോന്നുന്നു കാർഷികം കൂടി കൈകാര്യം ചെയ്ത വ്യക്തിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇവരെ ഭീഷണിപ്പെടുത്തി. അതായത് രാഹുൽ ഗാന്ധി ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് കൃത്യമായിട്ട് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത്, രാഹുൽ ഗാന്ധി പറയുന്നത്. പക്ഷേ അവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് പാളിപ്പോയത്. കാരണം 2019 തന്നെ അരുൺ ജെയ്റ്റ്ലി ക്യാൻസർ ബാധിതനായി ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ ഒരു നേതാവാണ്. പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധി ഇത്തരം ഒരു പച്ചക്കള്ളം പറഞ്ഞത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്ന ചോദ്യം. ഇത് കേവലം ഒരു അബദ്ധമല്ല. ആളുകൾക്ക് വർഷം മാറിപ്പോകുന്നത് സർവ്വസാധാരണമാണ്. ഇപ്പം ഒരാൾ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് 2019 20 ആവാം, 2019 ആയി പോകാം. പക്ഷെ 2020 ആരംഭിച്ച കർഷക സമരത്തിന് 2019 മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലിയെ കുറിച്ച് എന്തിനാണ് രാഹുൽ ഗാന്ധി ഇല്ലാത്ത കഥകൾ പറയുന്നത്? ഇത് അദ്ദേഹത്തിന് ആരാണ് എഴുതി കൊടുത്തത്? എനിക്ക് തോന്നുന്നു അത് രാഹുൽ ഗാന്ധി മനഃപൂർവ്വം പറഞ്ഞ കാര്യമായിരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കലും ഈ കാര്യങ്ങൾ, അതായത് പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന കൃത്യമായി PR വർക്ക് എടുക്കുന്ന കൃത്യമായ ടീമുണ്ട്. എനിക്ക് തോന്നുന്നു കനകുലുവിന്റെ ടീമൊക്കെയാണ്. സുനിൽ കനകുലുവിനൊന്നും അങ്ങനെ ഒരു അബദ്ധം പറ്റേണ്ടതില്ല. പക്ഷെ ഇത് നേരിട്ട് ഈ പറയുന്ന KC വേണുഗോപാലിന്റെ അടുപ്പമുള്ളവരാരെങ്കിലോ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആൾക്കാരെങ്കിലോ കോൺഗ്രസിന് ഏതെങ്കിലും നേതാക്കന്മാരോ എഴുതി കൊടുത്തത് അതേപടി വായിക്കുകയായിരുന്നോ രാഹുൽ ഗാന്ധി എന്നൊരു സംശയം ഇപ്പോൾ ആളുകളിലെല്ലാം ഉയരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം പാളിപ്പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അമേരിക്കയിൽ പോയിട്ട് ഇന്ത്യ രാജ്യത്തിനെതിരെ സംസാരിക്കുക. ഇപ്പോൾ അടുത്ത് ട്രംപ് ഒരു വലിയ കാര്യം പറഞ്ഞു. അതായത് ട്രംപ് പറഞ്ഞത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മരിച്ച സമ്പദ് വ്യവസ്ഥയാണ്, ഡെഡ് എക്കോണമി എന്നാണ് പറഞ്ഞത്. ഡെഡ് എക്കോണമി എന്ന് പറഞ്ഞതിനെ ആരാണ് ന്യായീകരിച്ചത്? ഈ രാജ്യത്തെ ആളുകളെല്ലാം തന്നെ അതിനെ ശക്തമായി എതിർത്തപ്പോ രാഹുൽ ഗാന്ധി മാത്രമാണ് ഈ ട്രംപ് പറഞ്ഞത് വളരെ സത്യമാണ്, അത് മനസ്സിലാവാത്തത് നരേന്ദ്രമോദിക്ക് മാത്രമാണ് എന്ന് പറഞ്ഞു. അതിനെതിരെ ശശി തരൂർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ഈ പറഞ്ഞ ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നത് രാജീവ് ശുക്ല എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രമുഖ നേതാവാണ്, അദ്ദേഹം MP ആണ്. അതുപോലെ ഈ പറയുന്ന UP-യിലെ ഈ ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ കക്ഷിയായിട്ടുള്ള ശിവസേന, ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിലെ പ്രധാന നേതാവായിരുന്ന പ്രിയങ്ക ചതുർവേദി ഈ കാര്യത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തു, X-ൽ പോസ്റ്റ് ഇട്ടു. അതുപോലെ ശശി തരൂർ ഈ കാര്യത്തെ ശക്തമായിട്ട് എന്ത് ചെയ്തു? അപലപിച്ചു. അങ്ങനെയല്ല, കാര്യം
അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അതൊരു പ്രത്യേക രീതിയിലാണ് പോകുന്നതെന്നും അവർക്ക് ഇന്ത്യയെ ഭയമാണെന്നും ഇന്ത്യക്ക് അമേരിക്ക മാത്രമല്ല വിപണിയെന്നും ഇന്ത്യക്ക് മറ്റ് ഓപ്ഷനുകൾ ഉണ്ടെന്നും ശശി തരൂർ കൃത്യമായി പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. എന്നിട്ടും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി ട്രംപ് പറഞ്ഞ കാര്യത്തെ എടുത്ത് വളരെ കൃത്യമായ രീതിയിൽ പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മരിച്ച സമ്പദ് വ്യവസ്ഥയാണെന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി തള്ളിയത് ആരൊക്കെയാ? ഈ പറയുന്ന നരേന്ദ്രമോദിയെ മാത്രമാണോ? മൻമോഹൻ സിംഗിനെ തള്ളി, രാജീവ് ഗാന്ധിയെ തള്ളി, ഇന്ദിരാഗാന്ധിയെ തള്ളി. മൻമോഹൻ സിംഗ് തുടങ്ങി വെച്ച കാര്യങ്ങളാണ് ഇപ്പോൾ, അതിന്റെ ക്രെഡിറ്റ്സ് ആണ് ഇപ്പോ നരേന്ദ്രമോദി കൈക്കൊള്ളുന്നത്. എന്നിട്ട് പറയുന്നു ഈ എക്കോണമി എന്താണ്, ഡെഡ് എക്കോണമിയാണ് എന്ന് പറയുന്നു. അപ്പൊ എന്താ യാഥാർത്ഥ്യം? ഈ രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷ നേതാവായി ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇന്ത്യക്ക് പ്രതിപക്ഷ നേതാവ് ഉണ്ടാകണം. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നില്ലെന്നാ തോന്നുന്നു. അതാണ് യാഥാർത്ഥ്യം. നിരവധി മണ്ടത്തരങ്ങൾ ആയിക്കുമ്പോൾ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരുമോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണോ എന്നൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇന്ത്യയിൽ ഒരു ഏത് പാർട്ടി ആയാലും ആ പാർട്ടി മാത്രം വലിയ ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ അതൊരു ശരിയായ കാര്യമല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അന്ന് കരുതി ആ ഒരു പൊളിറ്റിക്കൽ പാർട്ടി നല്ല നിലപാടെടുക്കുന്ന പാർട്ടിയാണെങ്കിലും നമ്മൾക്ക് വിശ്വാസമുള്ള പാർട്ടിയാണെങ്കിൽ പോലും ഒരു പാർട്ടി തന്നെ തുടർച്ചയായി കാലങ്ങളോളം ഭരിക്കുമ്പോൾ എങ്ങനെയാണ് അത് നശിച്ചു പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ ഒരു രാജ്യം നേരെയാവണമെങ്കിൽ അവിടെ ക്രിയാത്മകമായ പ്രതിപക്ഷം ഉണ്ടാവണം. ആ പ്രതിപക്ഷം ഇല്ലെങ്കിൽ, പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, മോഡി സർക്കാരിന്റെ കാര്യത്തിൽ അത് വളരെ വ്യത്യസ്തമാണ്. 2 വർഷങ്ങളിലും ക്രിയാത്മകമായ പ്രതിപക്ഷം ഇല്ലെങ്കിലും വലിയ ചീത്തപ്പേര് മോദി സർക്കാർ കേൾപ്പിച്ചിട്ടില്ല അഴിമതിയുടെ കാര്യത്തിൽ. കാരണം ജനങ്ങളുടെ പണം കട്ടുകൊണ്ടുള്ള പരിപാടി മോദി സർക്കാരിൽ ആകെ പറയാനുള്ളത് ഈ വർഗീയത മാത്രമാണ്. വേറെ എന്തെങ്കിലും ഒരു മേഖലയിൽ ഈ പറയുന്ന മോദി സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് ഉന്നയിച്ചതുകൊണ്ട് റഫാലാണ്. റഫാൽ ഇടപാടിൽ എന്തോ സംഭവം നടന്നു. ഒരു കാര്യവും ഒരു തെളിവും കൊടുക്കാൻ ഈ പറയുന്ന കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അതാണ് ഒന്നാമത്. അതവിടെ നിൽക്കട്ടെ. എങ്കിലും ഇവിടെ വരുന്ന ന്യൂനതകൾ എന്താണ്, ഭരണത്തിന്റെ ന്യൂനതകൾ എന്താണ്, ആളുകൾക്ക് വരുന്ന ബുദ്ധിമുട്ട് എന്താണ്, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എന്താണ്, ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് അത് പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ടതിന് പകരം, അത് ദേശീയ മാധ്യമങ്ങളിലൂടെ പറയേണ്ടതിന് പകരം രാഹുൽ ഗാന്ധി മണ്ടത്തരം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഇത് അറിഞ്ഞുകൂടായിട്ടല്ല, അവരെന്ത് ചെയ്യാനാണ്? അവർ പെട്ടുപോയില്ലേ? അവർ ഈ പറയുന്ന കോൺഗ്രസിന്റെ എല്ലാമായ രാഹുൽ ഗാന്ധി എങ്ങനെ തള്ളിപ്പറയാം? മല്ലികാർജുൻ ഖർഗെയാണ് ഈ പറയുന്ന പ്രസിഡന്റ് എങ്കിൽ പോലും അദ്ദേഹം ഒരു പാവ പ്രസിഡന്റ് മാത്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും ഗാന്ധി കുടുംബത്തിന്റെ കയ്യിൽ തന്നെയാണ് ഭരണമുള്ളത്. ഭരിക്കുന്നത് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ നിയന്ത്രിക്കുന്ന KC വേണുഗോപാൽ തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ KC വേണുഗോപാലിന് മലയാളിയാണല്ലോ അദ്ദേഹത്തിന് ഇത് കേൾക്കുമെന്ന് തോന്നുന്നില്ലേ? ഇതാണ് എന്റെ ചോദ്യം. നിരന്തരമായി ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് KC വേണുഗോപാലിന് അദ്ദേഹത്തോട് പറയാമായിരുന്നില്ലേ, ഇത് തെറ്റാണ്, ഇങ്ങനെ പറയരുത് എന്ന് പറയാമല്ലോ. അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ സർവ്വസ്വാതന്ത്ര്യവും ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞു കൊടുക്കാത്തത്? നിരന്തരമായി അദ്ദേഹം ഈ വിഡിത്തം വിളിച്ചു പറഞ്ഞ് കോൺഗ്രസിനെ ഇന്ത്യയിൽ നിന്നേ തുടച്ചു നീക്കുക എന്ന കൊട്ടേഷൻ കോൺഗ്രസിനുള്ളിൽ തന്നെ ആരെങ്കിലും ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. കാര്യം BJP പറയുന്നത് കോൺഗ്രസ് രഹിത ഇന്ത്യ എന്നാണ്, വിമുക്ത ഇന്ത്യ എന്നൊരു മുദ്രാവാക്യം പറയുന്നുണ്ട്. അത് പക്ഷെ എന്നാൽ പോലും പറയുന്നത് ശക്തമായ പ്രതിപക്ഷം അവിടെ വേണമെന്നല്ലേ പറയുന്നത്? അതെ, കോൺഗ്രസ് വിമുക്ത ഇന്ത്യ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെ നയങ്ങളെയും പരിപാടികളെയും പരിഹസിക്കുക എന്നതാണ്, അല്ലാതെ കോൺഗ്രസ് നശിക്കണം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് വിമുക്ത എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ നയങ്ങൾ തിരുത്തണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ അവിടെ കൃത്യമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. അങ്ങനെ ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷം ഉണ്ടായി വരാനുള്ള ഒരു കാര്യവും ആര് ചെയ്യുന്നില്ല? ഈ പറയുന്നത് പോലെ കോൺഗ്രസ് പാർട്ടിയോ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, സമരങ്ങൾ സംഘടിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുകയും സ്വയം കോമാളിയായി മാറുകയും ചെയ്യുന്നത് കാണുമ്പോൾ വലിയ സങ്കടമുണ്ട്. അത് ഇത് പറയുന്നവരോട് നിങ്ങൾ ഈ പറഞ്ഞ ശത്രുത വെച്ച് പുലർത്തിയിട്ടോ അല്ലെങ്കിൽ അവരെന്തോ പാർട്ടി വിരുദ്ധരാണ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സ്വയം തിരുത്തലിനും ഒരു പുനഃപരിശോധനയ്ക്കും കോൺഗ്രസ് തയ്യാറായേ മതിയാവും. തീർച്ചയായിട്ടും.